സുധേട്ടാ വിളിക്കാ. ഞാനേ കുട്ടി ഇങ്ങനെ വാശി പിടിച്ചപ്പോ അവരെ കൊണ്ട് ഇറങ്ങിയതാ. ഏതാ കുട്ടി? മോന്റെ കുട്ടിയാണ്. ഐ അവര് ദുബായിലല്ലേ? കഴിഞ്ഞ ആഴ്ച വന്നു. ഓ ഇനി ഒരാഴ്ച എന്റെ കൂടെ ഉണ്ട്. എന്താ പറയണേ? ഇന്നലെ എന്റെ ഭാര്യയെ ഇവനെ മടിയിലിരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്തു. എന്തിനാ? തത്തമ്മയുടെയും പൊന്മാന്റെയും കഥ. ആ കഥയൊക്കെ ഇപ്പൊ പറയണ്ടോ ആൾക്കാര്? പറഞ്ഞത് ഇപ്പൊ അബദ്ധായി. അപ്പൊ തുടങ്ങിയ വാശിയാ. പൊന്മാനെയും കാണണം, തത്തേനെയും കാണണം. ഞാനിങ്ങനെ തെരഞ്ഞു നടക്കാന്നല്ലാണ്ട് ഒരു സ്ഥലത്ത് ഒരു തത്തമ്മേന് പൊന്മാനെങ്കിലും കാണിച്ചതാ. പൊന്മാനെ കാണണപ്പോ പൊന്മാനും തത്തേനൊന്നും കാണില്ല ഉണ്ണേ. പാടത്ത് കതിര് കൊത്താനായിട്ട് തത്തമ്മ വരും, കിളികള് വരും. പൊന്മാനാണിച്ചാൽ കുളത്തിലും പുഴയിലൊക്കെ മീൻ പിടിക്കാൻ വരും. ഇപ്പൊ പുഴയില്ല, പാടവും ഇല്ല. പിന്നെ എങ്ങനെ ഉണ്ണിക്ക് കാണാൻ പറ്റുക? ഇതൊന്നുമില്ല. ഒക്കെ മനുഷ്യനെ നശിപ്പിച്ചതേ. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ നമ്മൾ മനുഷ്യര് കൊന്നൊടുക്കി ഇല്ലാണ്ടായി അവസാനം നമ്മൾ മനുഷ്യരും ഇല്ലാണ്ടാവും. എന്താ ചെയ്യാ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. അതെ സുഭാഷ്, ഞാൻ എന്ത് ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങളെ ക്ലബിൻ്റെ. അപ്പോൾ മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. അതാ ശരി. അപ്പോൾ ഞാൻ വിളിക്കാം, മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് ഓരോരോ കാര്യങ്ങളെ. മിനിസ്റ്ററെ കാണേണ്ട ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ തിരക്കിലായിരുന്നു. അതാ നമ്മുടെ ഹോം മിനിസ്റ്ററെ. ഹോം മിനിസ്റ്ററെ അറിയാവുന്ന കാര്യമല്ലോ പറ. എന്താ വേണ്ടു ഇങ്ങനെ? ഹോം മിനിസ്റ്റർ അറിയാം. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ക്ലബിന്റെ ഒരു പരിപാടിക്ക് ഞാൻ ഹോം മിനിസ്റ്റർ ഇവിടെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, നമ്മുടെ ക്ലബിന്റെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട കാര്യം എല്ലാവർക്കും അറിയാമോ? മെയ് മാസം അങ്ങോട്ട് അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ ജൂൺ വരെയാണ്. കുറെ പ്രത്യേകതകളുണ്ട് ജൂണില്. മഴക്കാലാവും. ഏയ്, സ്കൂള് തുറക്കാൻ മഴക്കാലമൊന്നും അല്ല. ജൂൺ 5. കോട്ടപ്പുറത്ത് അമ്പലസ്ഥല സമൂഹ സദ്യ. 5 തരം കൂട്ടാനും 3-4 പായസം. അയ്യോ, അതെന്തായാലും ആവാൻ മതി. ജൂൺ 5 എന്ന് പറയുന്ന ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. അപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തണൽ വേദി പരിസ്ഥിതി ദിനം ഗംഭീരമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ പോകും. ഇവിടെയുള്ള ഒരു ക്ലബും നമ്മുടെ മുമ്പിൽ വരരുത്. ആ രീതിയിൽ നമുക്ക് പിടിക്കണം. അന്ന് പിടിക്കട്ടാക്കാം. പരിസ്ഥിതി ദിനത്തിന് പിന്നെ പുക വന്ന് ശബ്ദ മലിനീകരണം ആൾക്കാർ പിടിച്ചിടിക്കും. അതും പരിസ്ഥിതിയെ ബാധിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അതൊന്നും പറ്റില്ല. നമ്മുടെ ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ കൊണ്ട് ഒരു തൈ വെപ്പിച്ച് നമ്മൾ അങ്ങോട്ട് ക്ലബിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹം നല്ലൊരു പ്രകൃതി സ്നേഹിയും കൂടിയാണ്. അപ്പൊ പരിഹരിക്കല്ലേ? കൊള്ളാം. വേണ്ട, അത് ശരിയാവൂല. എന്തേ? അത് മോഹൻ തന്നെ സങ്കടാവും. ഒരു കാര്യം ചെയ്യാം, രണ്ടാളെയും കൂടി വിളിച്ചോ, എന്നാ പ്രശ്നമില്ല. ഇതാണ് തുടക്കത്തിലേ ഒരു പരിപാടി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അതിനെ പൊളിക്കാനായിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ. അല്ല, എനിക്ക് തോന്നാൻ എന്തറിയാമോ, എന്നാ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ആ റേഞ്ചിലോട്ട് പോണ്ട. നമ്മള് വിളിച്ച എളുപ്പത്തിൽ വരാവുന്ന ആരെങ്കിലും അല്ലേ നല്ലത്, അല്ലേ? അങ്ങനെ ആരെങ്കിലും നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ പറയും. എന്നാ മന്മേട്ടൻ പറ, ആരെ കൊണ്ടുവരാൻ പറ്റുന്നത്? അതെ, നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഞാൻ ഒരാളിനെ പറയാം. അതായത് മുള്ളുമുരുക്കിന്റെ മൂട്ടിൽ മുള്ളേ കുരുക്കൂ എന്ന് പറഞ്ഞ മെഗാ സീരിയൽ. നമ്മുടെ മറ്റേ സീരിയല് തീർന്നിപ്പം. അയ്യോ, ഭയങ്കര ഹിറ്റ് സീരിയലായിരുന്നില്ലേ, പ്യാരിചാതന്റെ. ആ സീരിയലിന്റെ പേര് ആദ്യം വന്ന പേര് അതല്ലേ? അയാൾ ശരിയാവില്ല. പഞ്ചായത്ത് കുളം നികത്തിയിട്ട് വീട് പണിഞ്ഞിട്ട് ഭയങ്കര കേസായി. ടിവിയിലും പത്രത്തിലൊക്കെ വന്നേല്ലേ, അത് നമുക്ക് പ്രശ്നം. അയാൾ കണ്ടോ? അയാള് പഞ്ചായത്ത് കുളം നികത്തി അയാൾ സ്വന്തമാക്കി.
അയാളെ കുളം നികത്താൻ എത്ര രൂപയുടെ മണ്ണ്, എത്ര ലോഡ് മണ്ണടിച്ചെന്നറിയാമോ? എത്ര ലക്ഷം രൂപ അയാൾ കയ്യിൽ നിന്ന് ഇറക്കിയാണ് ആ കുളം നികത്തിയത്. ഇനി നികത്തിയത് പോട്ട്, നികത്തി അയാൾ സ്വന്തമാക്കിയെങ്കിൽ എന്ത്? വൃന്ദാവൻ ഗാർഡൻ പോലെ ആ നികത്തിയ സ്ഥലം ചെടികളും മരങ്ങളും ഒക്കെ നട്ട് നല്ല പച്ചപ്പോട് കൂടി അയാൾ ആ ഒരു ഹരിത ഭംഗി. പരിസ്ഥിതി സ്നേഹിയാ, അയാളെ തന്നെ മതി. അയാൾ ശരിയാവില്ല, എന്റെ അഭിപ്രായം അതാണ്. പ്യാർ ചെയ്താൽ മതി എന്നുള്ളൊരു കൈ എടുത്തിക്കാൻ അപ്പൊ പാസ്സാക്കി. എന്തായാലും നല്ലൊരു ഫ്ലെക്സ് വേണം. പറ്റുമെങ്കിൽ പാരിജാതന്റെ ഫോട്ടോ കിട്ടി അതും കൂടെ ഫ്ലെക്സ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് ഞാൻ സെറ്റാക്കാം. അയ്യോ ഞാനത് സെറ്റാക്കി. നമ്മള് പ്രദീപ് ഉണ്ടല്ലോ, ഓനൊരു പുതിയ കട തുടങ്ങിനി. അപ്പൊ അത് ഉദ്ഘാടനം എന്ന രീതിയിൽ ഇതായിക്കോട്ട് വിചാരിച്ചു. അപ്പൊ മാറ്റർ അറിയാലോ. 3 ആകെ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5, പിന്നെ ഉദ്ഘാടനം പാരിജാതൻ, പിന്നെ മന്മഥൻ, സെക്രട്ടറി മണ്ടോദരി. അത് രണ്ടും ഒരേ വലിപ്പത്തിൽ ഒരാളെ പോലെ രണ്ടുപേരുടെയും വേണം. അത് മതി. മതിയായിരുന്നു, ഇനിയിപ്പോ ഇരിക്കട്ടെ. രണ്ടുപേരുന്നോട്ടെ. അപ്പൊ അത് അങ്ങനെ തീരുമാനിച്ചു. എന്ത് എന്റെ പേര് അടിയിൽ പേര് വെച്ചോ, മറുവശത്തോണെങ്കിൽ വെച്ചോ. അപ്പൊ നമ്മള് ജൂൺ 5 ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം ഗംഭീരമാണ്. അടിപൊളിയാണ്. എന്താ സത്യം സാറെ കാണുന്നില്ലല്ലോ ശാലിനിയെ? സാറ് വരുമായിരിക്കും, എന്തായാലും വരാണ്ടിരിക്കില്ലല്ലോ. എന്റെ മൊയ്തു സാറേ. അന്റെ മൊയ്തു സാറോ? അപ്പൊ എന്റെ സൂര്യ എന്താക്കൂ? ഒരു തമാശ പറഞ്ഞതാണ് എന്റെ സാറേ. നീ കാര്യം പറയും. ഞാൻ ഇന്നലെ നമ്മുടെ എറണാകുളത്ത് പോയി. അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ നിന്ന് ഒരു 10,000-15,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. ശമ്പളം കിട്ടിയ ദിവസമാണല്ലോ. ശമ്പളം കിട്ടിയ ദിവസമാണല്ലോ. ഈ സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് നമ്മൾ സാധാ നമ്മുടെ തുക്കട കടയിൽ ചെന്ന് തന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യും. പക്ഷെ ഈ വലിയ വലിയ കടകളിൽ നമ്മൾ ആരെങ്കിലും ബാർഗെയിൻ ചെയ്യാൻ പോവാറുണ്ടോ? ഇല്ല. ഇതും കൊണ്ട് ഞാൻ ആ കൗണ്ടറിലേക്ക് ചെന്നപ്പോ അവരുടെ ഒരു ചോദ്യം, മാഡം ക്യാരി ബാഗ് വേണോ? ചോദിക്കാൻ തന്നെ പാടുണ്ടോ? പിന്നെ പൈസ കൊടുക്കാണ്ട്. എന്ത് ലോജിക്കില്ലാത്ത ചോദ്യമാണ് ഈ ചെറ്റകൾ ചോദിക്കുന്നത്. ഇത് സ്ഥാപനം ഏതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിക്കണേ. ഈ സ്ഥാപനത്തിൽ നമ്മൾ സാധനം മേടിക്കാൻ കാറും കൊണ്ട് പോയുള്ള സ്ഥിതി എന്താ? കാർ പാർക്കിംഗ് മേടിക്കില്ല അവര്. മേടിക്കാൻ പാടുണ്ടോ? മണിക്കൂറിനല്ലേ അവര് വാങ്ങിക്കുന്നത്. അതാണ്, മേടിക്കാൻ പാടില്ല. ഓരോ സ്ഥാപനത്തിലേക്ക് നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോ ആ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവിടെ ചെയ്തു തരണോ? അല്ലാണ്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ടല്ല സാധനം മേടിക്കാൻ പോവുക. ചെറ്റത്തരം തന്നെയാ കാണിക്കണേ. ഇത് പലർക്കും പ്രതിഷേധം ഉണ്ട് ശാലിനിയെ, പക്ഷെ ആരും പുറത്ത് പറയട്ടത് പോകരുത് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും. നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ? ഞങ്ങൾ കുറച്ച് നഗരവർത്താനമാണ് പറയുന്നത്. അതെ, ശാലിനി ഇന്നലെ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ സാധനം മേടിക്കാൻ 10,000 രൂപേന്റെ സാധനം മേടിച്ചിട്ടേ ആ ഇടാൻ സഞ്ചിക്ക് പൈസ ചോദിച്ചെന്ന്. അതൊക്കെ ചോദിക്കുമ്പോ എന്താ കാലം എന്ന് പറയായിരുന്നു. അതെ അതെ, നിങ്ങൾ കുറച്ച് ലേറ്റ് ആയില്ലൊന്നില്ലേ? ഇന്ന് കുറച്ച് ലേറ്റ് ആയി. അതെ മൊയ്തു സാറേ, നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അതിന്റെ ഒരു പ്രചരണമൊക്കെ നടത്തണ്ടേ? സാറേ ഞാൻ ആ ദിവസം ലീവാണ്. അങ്ങനെ പറയല്ലേ? അല്ല, അങ്ങനെ പറയില്ല വെച്ചാൽ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോണ്ട് ലീവാക്കണം. ഒന്നും പറയരുത്. എന്താ കാര്യം എന്താണ്? എനിക്ക് വീട്ടിൽ അല്ലറ ചില്ലറ പണി ഉണ്ടാവണ്ട. അല്ലറ ചില്ലറ പണിയൊന്നും അല്ല സാറേ. അന്ന് മൊയ്തു സാറിന്റെ വീട്ടിലെ മരം വെട്ടാൻ ആള് വരുന്നു. വെറുതെ എന്തൊക്കെയോ ഇത്രയും വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണം സാറിനോട്. ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് നാട്ടിലുള്ള ആളുകളോട് മുഴുവൻ മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വളപ്പിലുള്ള മരം നമ്മൾ തന്നെ വെട്ടി മുറിക്കുക എന്ന് പറയുന്നത് വലിയ മോശമാണ് എന്റെ മൊയ്തു സാറേ. അല്ല സാറേ, സാറെന്ന് പറഞ്ഞില്ലായിരുന്നോ ഏതോ ഈ തണൽ വേദി പരിസ്ഥിതി ക്ലബ്ബുകാരെന്തോ ഒരു പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് എന്തോ ഒരു പരിപാടി നടത്തുന്ന കാര്യത്തെ പറ്റി? അപ്പൊ അതിന് പോണ്ടേ? പിന്നെ അതിന് പോണ്ടേ? അവര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പോണം. മുരു സാറേ മസ്റ്റായിട്ട് പങ്കെടുക്കണേ. പരിപാടിക്ക് വേണമെങ്കിൽ ഞാൻ വരാം, പക്ഷെ അതിന്റെ അടുത്ത ദിവസം ഞാൻ മരം മുറിക്കേ. ഏട്ടന്റെ മോളെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ്, നടക്കട്ടെ അത്.